എം.ടി. വാസുദേവൻ നായർ ഇനി ഓർമ്മയാവുകയാണ്. ജീവിതം ഒറ്റപ്പെട്ട ദുഃഖത്തിൻ്റെ ശബ്ദമില്ലാത്ത ഘോഷയാത്രയാണ് എന്ന് എം.ടി. വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അരികുവൽക്കരിക്കപ്പെട്ട ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുടെ ഏകാഗികളുടെ കഥയാണ് എം.ടി. വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ സർഗരചനകളിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറയുകയാണ്. എം.ടി. വാസുദേവൻ നായരെ കാണാൻ അവസാനമായി അദ്ദേഹത്തെ കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും വേണ്ടി കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ചേതനയേറ്റ ശരീരത്തിന് മുന്നിലെത്തി പ്രണാമമർപ്പിച്ചുകൊണ്ട് മടങ്ങുന്നവരുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ എം.ടി. വാസുദേവൻ നായരുടെ വസതിയിലേക്ക് എത്താൻ പോകുന്നു. അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം ഇന്നലെ എത്തിയിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം അനുശോചന സന്ദേശം നൽകിയിരുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ എം.ടി. വാസുദേവൻ നായർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വസതിയിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതുതായി നമുക്കുള്ളത്. ദീപക് ധർമ്മടം ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക്, അല്പസമയത്തിനകം മുഖ്യമന്ത്രി എത്തും എന്ന വിവരം നമുക്ക് കിട്ടുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപി, എം.ടി.യെ അവസാനമായി സർക്കാരിൻ്റെ ആദരം അർപ്പിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഇവിടെ വന്നു പോയ മന്ത്രിമാർ, അതായത് മന്ത്രി മുഹമ്മദ് റിയാസും A.K. ശശീന്ദ്രനും കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ബ്രീഫ് ചെയ്യുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, വീട്ടിലെ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കണം എന്നുള്ള ബന്ധുക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വീട്ടിലെ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കും. സംസ്കാര സമയത്ത് ശ്മശാനത്തിൽ മാത്രം ഗാർഡ് ഓഫ് ഓണർ പരിമിതപ്പെടുത്താൻ വേണ്ടിയുള്ള ആലോചന നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുമായി ഗസ്റ്റ് ഹൗസിലെ കൂടിയാലോചനയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സിത്താരയിലേക്ക് എത്തും. അല്പസമയത്തിനകം അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിൽ നിന്നും കൊട്ടാരം റോഡിലേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ബന്ധുക്കളുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിലിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ്. വീട്ടിൽ സിത്താരയിലെ ഗാർഡ് ഓഫ് ഓണർ ഒഴിവാക്കുക, എന്നാൽ ശ്മശാനത്തിൽ സംസ്ഥാന സർക്കാരിന് ആദരം, ഔദ്യോഗിക ബഹുമതികൾ എല്ലാം നൽകാനാണ് ആഗ്രഹം എന്നുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് കുറച്ച് നേരത്തെ പറയുകയും ചെയ്തിരുന്നു. കാരണം അത്രമേൽ പ്രിയപ്പെട്ട, ഒരുപക്ഷെ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം കാഴ്ചവെച്ചത് എം.ടി. ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. 2005 പത്മഭൂഷൺ, 95 ജ്ഞാനപീഠം, അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തൊട്ടതെല്ലാം പൊന്നാക്കി എന്നുള്ളതാണ്. അത് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന നാടകത്തിലായി കഴിഞ്ഞാൽ അതേ സമയത്ത് തന്നെ നിർമാല്യം എന്ന ആദ്യ സിനിമയ്ക്ക് തന്നെ ദേശീയ പുരസ്കാരം നേടിയെടുത്തു. അതുപോലെ ഓരോ കഥാപാത്രങ്ങളും കഥാപരിസരങ്ങളും മലയാളിക്ക് മറക്കാനാകാത്തതാണ്. എം.ടി. മരിച്ചാലും, നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ മാഷ് പറഞ്ഞ പോലെ, എം.ടി. മരിച്ചാലും മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ ഒരുപാട് സൃഷ്ടിച്ചാണ്, പിറവി നൽകിയാണ് എം.ടി. വിടവാങ്ങുന്നത്. അത് അപ്പുണ്യായാൽ, സേതുവായാൽ, ഏറ്റവും ഒടുവിൽ എഴുതിയ ഹരിദ്വാറിലൂടെയുള്ള യാത്രയിലെ സുധാകരനെക്കുറിച്ച് പോലും പറയുമ്പോൾ അത് ഒരു വേള വായിച്ചാൽ എം.ടിയുടെ കഥാപാത്രങ്ങൾ മനസ്സിലുണ്ടാകും. മാത്രവുമല്ല, മുഖ്യമന്ത്രിയും എം.ടിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു. പക്ഷേ എന്നാൽ KLF-ലെ ഒടുവിലത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ വ്യാഖ്യാനിക്കപ്പെട്ടത് മുഖ്യമന്ത്രിക്കെതിരായാണ്. അതിനുശേഷവും അവർ കണ്ടു. ഏറ്റവും ഒടുവിൽ ഈ എം.ടിയുടെ നവതി ആഘോഷം നടന്ന സമയത്ത് മുഖ്യമന്ത്രിയും മമ്മൂട്ടിയും വേദി പങ്കിട്ടുകൊണ്ട് എം.ടിക്കൊപ്പം എം.ടിക്ക് ആദരമർപ്പിച്ച സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ചടങ്ങ് നടന്നത് തുഞ്ചൻപറമ്പിലായിരുന്നു. അങ്ങനെ ഗോപി, ഒരുപക്ഷെ മലയാള ഭാഷയെ വ്യക്തിപരമായി എനിക്ക് ഏറ്റവും ഒടുവിൽ എം.ടി ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖം നമുക്കാണ്, 24-നാണ് അദ്ദേഹം അനുവദിച്ചത് എന്നുള്ളതാണ്. അതിനുശേഷം മറ്റ് ദൃശ്യമാധ്യമങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ അഭിമുഖം നവതിവേളയിൽ നമുക്ക് മാത്രമാണ് കിട്ടിയത്. പിന്നെ പത്രത്തിന്, മാതൃഭൂമിക്കുമാണ് നൽകിയത്. അതായത് എം.ടിയുടെ ഒരു ഗുണം, എം.ടി അധികം ബന്ധങ്ങൾ സൂക്ഷിക്കുന്നില്ലായിരുന്നുവെങ്കിലും ഉള്ള ബന്ധങ്ങളെ വളരെ ദൃഢതയിൽ സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ ഒരു ഉദാഹരണം, നമ്മുടെ വാർഷിക വേളയിൽ എം.ടി ശ്രീകണ്ഠൻ സാറിനോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു തീരുമാനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. പത്രാധിപരോട് ചോദ്യം ചോദിക്കാൻ ഒരു പഴയ പത്രാധിപർ തയ്യാറായി എന്നുള്ളതാണ്. കൂടല്ലൂർ എന്ന വികസനം ചെന്നെത്താത്ത ഒരു ഗ്രാമത്തിൽ നിന്നും കോഴിക്കോടെന്ന അന്നത്തെ താരതമ്യേന വികസനം എത്തിയ ഒരു പട്ടണത്തിലേക്ക് അച്ഛൻ്റെ കൈപിടിച്ചുകൊണ്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി മാതൃഭൂമിയിലെ ജോലിക്ക് പോയ എം.ടി പിന്നീട് ഈ മലയാളത്തെ ഒരു വിശ്വഭാഷയാക്കി മാറ്റുന്ന വിധത്തിലുള്ള വലിയ, അതായത് വിവർത്തന സാഹിത്യരംഗത്ത് റെക്കോർഡാണ്. ഒരു പ്രാദേശിക ഭാഷയാണ് മലയാളം. കാരണം ഒരു സംസ്ഥാനത്ത് മാത്രം, ഒരു കൊച്ചു സംസ്ഥാനത്തിൽ ഒതുങ്ങുന്ന ഭാഷയിൽ ഒരു സാഹിത്യ സൃഷ്ടി വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് വിവർത്തന സാഹിത്യത്തിൽ ഒരു റെക്കോർഡ് സൃഷ്ടിച്ച, ഇന്ത്യൻ റെക്കോർഡ് സൃഷ്ടിച്ച ഒരു എഴുത്തുകാരിൽ ഒരാളായി എം.ടി മാറി. അങ്ങനെ നോക്കുമ്പോൾ മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി കിട്ടിയപ്പോൾ ആ ശ്രേഷ്ഠ ഭാഷാ പദവിയിലേക്ക് എത്തിച്ചതിലെ ഏറ്റവും ശ്രേഷ്ഠമായ എഴുത്ത് എം.ടിയുടെ താണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മുഖ്യമന്ത്രി വരാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്നും ഇങ്ങോട്ട് പുറപ്പെടും. ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്.
എങ്ങനെയൊക്കെ സംസ്കാര ക്രമീകരണങ്ങൾ വേണം, സംസ്ഥാന സർക്കാരിന് ഔദ്യോഗിക ബഹുമതി നൽകണം എന്നുള്ളതാണ് ആഗ്രഹം എന്നുള്ളത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം മാധ്യമങ്ങളോടും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും MT എന്ന രണ്ടക്ഷരം മലയാളത്തെ വിശ്വഭാഷയാക്കി മാറ്റുന്നതിൽ, വിശ്വസാഹിത്യ രംഗത്തിൽ മലയാളത്തിന്റെ ഏട് തീർക്കുന്നതിൽ, അതിനു മുമ്പ് ബംഗാളി സാഹിത്യം ദീപക്, MT വാസുദേവൻ നായരുടെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ, അദ്ദേഹം കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള, അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, ഇതൊക്കെ തന്നെ മലയാളിയുടെ ജീവിതത്തിനോട് ഇഴചേർന്ന് നിൽക്കുന്നതാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്, ഓർമ്മിക്കുക, ആരംഭങ്ങൾക്കെല്ലാം ഒരു അവസാനമുണ്ടാകും എന്നാണ്. പക്ഷേ അവസാനിക്കാത്തത്രയും വലിയ ഒരു കടപ്പാടാണ് മലയാളി പൊതുസമൂഹത്തിന് MT വാസുദേവൻ നായരോടുള്ളത്, അദ്ദേഹത്തിൻ്റെ രചനകളോടുള്ളത്. കാരണം ഒരു തലമുറയെ മുഴുവൻ ചിന്തിക്കാനും മലയാളി ജീവിതത്തെ അടുത്തറിയാനും, മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെയൊക്കെ അതെന്താണ്, അത് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്നുള്ള നിരന്തരമായ അന്വേഷണത്തിലൂടെ രൂപപ്പെട്ടിട്ടുള്ള ഈ കൃതികളൊക്കെ തന്നെ നമ്മുടെ പല ആളുകളുടെയും ആത്മാംശം അടങ്ങിയിട്ടുള്ള കൃതികളാണ്. MT വാസുദേവൻ നായർ തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഞാനൊരു ആത്മകഥ എഴുതിയിട്ടില്ല, പക്ഷേ എൻ്റെ രചനകളെല്ലാം ചേർത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ അത് ഒരു ആത്മകഥയ്ക്ക് തുല്യമാണ്. അത്രത്തോളം സ്വന്തം ആത്മാവിനെ, സ്വന്തം ജീവിതാനുഭവങ്ങളെ സ്വയം തന്നെ ആ കൃതികളിലേക്ക് ആവാഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് MT വാസുദേവൻ നായരെ കുറിച്ച് ഒരുപക്ഷെ സാഹിത്യ ലോകത്തെ പ്രമുഖർക്ക് അദ്ദേഹത്തെ ഓർത്തെടുക്കുമ്പോൾ പറയുന്നത് ഏറ്റവും ആത്മാർത്ഥതയുള്ള സത്യസന്ധനായ എഴുത്തുകാരൻ എന്നാണ്. ഒരു തരത്തിലുള്ള കാപഢ്യമോ ഒരു തരത്തിലുള്ള വെച്ചുകെട്ടുകളോ MT വാസുദേവൻ നായർക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്താണോ പറഞ്ഞത്, അദ്ദേഹം എന്താണോ ചിന്തിച്ചത്, അദ്ദേഹം ഏത് കാര്യങ്ങളെക്കുറിച്ചാണോ ആകുലപ്പെട്ടത്, അദ്ദേഹം ഏത് കാര്യങ്ങളിലാണോ ആശങ്കപ്പെട്ടത്, അതെല്ലാം തന്നെയാണ് MTയുടെ കൃതികളിലൂടെ പ്രകാശിതമായിട്ടുള്ളത്. ഇപ്പോൾ വിപിൻ C. വിജയൻ, ഞങ്ങളുടെ പ്രതിനിധി, MT വാസുദേവൻ നായരുടെ ചേതനയേറ്റ ശരീരം ഇപ്പോൾ കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ കോഴിക്കോട്ടെ വസതിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപിൻ, MTയുടെ നമുക്കറിയാം, MT വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണ്, വളരെ അപൂർവമായി മാത്രം ചിരിക്കുന്ന ആളാണ്. പക്ഷേ MT വാസുദേവൻ നായർക്ക് വളരെ വലിയ ഒരു സുഹൃത്ത് വലയമുണ്ടായിരുന്നു. ആ സൗഹൃദ വലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം അത് ആത്മാർത്ഥത കൊണ്ട് വിളക്കിച്ചേർത്തിട്ടുള്ള സൗഹൃദ വലയമാണ്. ആ സൗഹൃദ വലയത്തിൽ നിന്നുള്ളവർ അവരാണല്ലോ ഇപ്പോൾ MTയുടെ ഈ വിയോഗത്തിൽ, 91 വയസ്സിലാണ് MT നമ്മളെ വിട്ട് പിരിയുന്നതെങ്കിൽ പോലും അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വേദനയായി ഒരുപക്ഷെ ഏറ്റവും തീവ്രമായി അനുഭവപ്പെടുന്നത് ആ സൗഹൃദ വലയത്തിലുള്ള ആളുകൾക്കായിരിക്കും. അവരെല്ലാം MTയെ കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും വേണ്ടി വസതിയിൽ എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വിപിൻ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെ രാത്രി മുതൽ തന്നെ തുടങ്ങിയിട്ടുള്ള ആ ഒരു പ്രവാഹമുണ്ടല്ലോ, അതിപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. ഇങ്ങനെ പതിയെ പതിയെ ഓരോ ആളുകളായി വരുന്നു, അദ്ദേഹത്തെ കാണുന്നു, കണ്ടു മടങ്ങുന്നു. എത്രയെത്ര കഥാപാത്രങ്ങൾ, എത്രയെത്ര കഥാപരിസരങ്ങളൊക്കെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലേക്ക് വന്നു പോകുന്നുണ്ടാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ തന്നെ കർക്കശക്കാരനായ, അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത, എപ്പോഴും നിശബ്ദമായിട്ടുള്ള, വലിയൊരു വാൽമീകത്തിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു MT വാസുദേവൻ നായർ. പക്ഷേ അദ്ദേഹത്തിന് മലയാളി കൽപ്പിച്ചു കൊടുത്ത ഒരു സൗകര്യം കൂടിയായിരുന്നു. നമ്മൾ ആരും തന്നെ അദ്ദേഹത്തെ അങ്ങനെ ശല്യപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെയൊക്കെ കാര്യങ്ങളിൽ ബൈറ്റെടുക്കാനോ ഒന്നും തന്നെ നമ്മളൊന്നും ആരും ശ്രമിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് അത്രയേറെ സംസാരിക്കാൻ ആരും തുനിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അദ്ദേഹം ചിന്തിക്കട്ടെ എന്നുള്ള ഒരു സൗകര്യം കൊടുക്കലായിരുന്നു. അദ്ദേഹം ചിന്തിച്ചു. അത്തരത്തിലുള്ള ഓരോ കൃതികളും കഥാപാത്രങ്ങളും തിരക്കഥകളും ഒക്കെ മലയാളത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അത് നമ്മൾ നൽകിയതായിരുന്നു. അതിനോടൊപ്പം തന്നെ അദ്ദേഹം ആ ഒരു സൗഹൃദത്തിൻ്റെ വലിയ വലയം സൂക്ഷിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ പറയാറുണ്ട്, ഈ മിഠായി തെരുവിലൊക്കെ തിക്കോടിയനൊക്കെ ഒരു റൂമുണ്ടായിരുന്നു. അവിടെ തിക്കോടിയനും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ഇവിടുത്തെ രാമദാസ് വൈദ്യരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘമുണ്ടായിരുന്നു. ആ സംഘത്തിനൊപ്പം എപ്പോഴും MTയും ഉണ്ടാവാറുണ്ട്. അവരുടെ ചിരിയും തമാശകളും ഒക്കെ പുനത്തിലൊക്കെ പറയുമ്പോൾ ഇതൊരു MT തന്നെയാണോ, നമുക്കൊന്നും ഒട്ടും പരിചയമില്ലാത്ത, നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു MTയെ പുനത്തിലൊക്കെ പലപ്പോഴും വരച്ചു കാട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് MT ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് നമുക്ക് പറയാം. കാരണം ആ ഒരു MT പലപ്പോഴും അവരുടെ ഇടയിൽ തന്നെ ഒരു പാട്ടുകൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ MT പങ്കെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാറില്ല. ആ സമയത്ത് അദ്ദേഹം അപ്പുറത്ത് എവിടെയെങ്കിലുമുള്ള ഒരു ലോഡ്ജിൽ തനിച്ചിരുന്ന് ചിന്തിക്കുകയാവും, അദ്ദേഹം എഴുത്തിലേക്ക് പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആ ആൾക്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരുകൂട്ടത്തിൻ്റെ അത് ആൾക്കൂട്ടത്തിൽ തനിയെ തന്നെ ആയിരുന്നു. അദ്ദേഹം എപ്പോഴായിരുന്നോ മാറിപ്പോവേണ്ടത് ആ സമയത്തൊക്കെ തന്നെ സൈലൻ്റ് ആവുകയും നിശബ്ദമായി ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അത് ഏറ്റവും കൂടുതലുള്ളത് ഈ കോഴിക്കോടിൻ്റെ നഗരത്തിലാണ്. കോഴിക്കോടിൻ്റെ ഇവിടുത്തെ കടലിലെ ഓരോ തിരമാലകൾ പോലും അത് സംഗീതമായി ഉൾക്കൊണ്ട
ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ്. ഈ വിക്ടോറിയ കോളേജിലെ പഠനത്തിന് ശേഷം കോഴിക്കോട്ടിലേക്ക് ചേക്കേറിയ MT പിന്നെ ഇവിടെ വിട്ടു പോയില്ല. ഇതാ ഈ സിത്താര വീട്ടിലേക്ക് പലപ്പോഴും ഒക്കെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ചേതനയേറ്റ ശരീരവുമായി അദ്ദേഹം അവസാനമായി ഇതാ സിത്താരയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ബഹുമതികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്ന് അദ്ദേഹം, പൊതുദർശനം വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. അത് അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ സിത്താരയിലേക്ക് ഒഴുകുകയാണ്. ഇതൊരു ചെറിയൊരു ഇടവഴിയാണ്, പക്ഷേ അത് മതി, അദ്ദേഹത്തെ ഒരു നോക്ക് കണ്ടു മാത്രം പോകാമെന്നുള്ള ഒരൊറ്റ ചിന്തയിൽ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്, എഴുത്തുകാർ വരുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ പിൻപറ്റി എഴുതാൻ കൊതിക്കാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. ഒരു വരിയെങ്കിലും MTയെ പോലെ എഴുതാൻ ആഗ്രഹിക്കാത്ത ഉണ്ടാവില്ല. പക്ഷേ പല കൃതികളും ഇനിയും ഇപ്പോഴും ചർച്ച ചെയ്യുന്നുണ്ട്, ഇനിയും അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ MTക്ക് ശേഷം എന്നുള്ള രീതിയിൽ കൃത്യമായി തന്നെ അതൊരു വിലയിരുത്തലും ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്തുകയും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുകയും ചെയ്യും. ഗോപികൃഷ്ണൻ.